മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ റബ്ബർ തോട്ടത്തിനുള്ളിൽ കിണറ്റിൽ കുട്ടിയാന വീണല്ലോ. അതിൽ യഥാർത്ഥത്തിൽ സ്ഥലത്തുള്ള പ്രതിഷേധം നടക്കുകയാണ്. JCB നാട്ടുകാർ തടഞ്ഞുവെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ആനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് വിവരങ്ങൾ? ഫെൻസിങ് ഇടും, അത് ആന വന്നിട്ട് മരം മുറിച്ചിട്ടിട്ട് മരം കൊണ്ട് തള്ളിയിട്ടിട്ട് ആ ഫെൻസിനെ കളയും. ശാശ്വതമായുള്ള നടപടിയല്ല ഫെൻസിങ്. ഇതിന് ഞങ്ങൾക്ക് ശാശ്വതമായ നടപടി വേണമെങ്കിൽ 13 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് നമ്മൾ ട്രെഞ്ച് താത്തണം. ട്രെഞ്ച് താത്തിനെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂണ്ട്. ഇത് നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ അങ്ങോട്ട് വേറൊരു ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു കാര്യം ഒരു നടപടിയുണ്ടായില്ല. എൻ്റെ ഒരു ബേബി എന്നാണ് പേര്. 5 ദിവസമായിട്ട് മെമ്പർ പറഞ്ഞ പോലെ 5 ദിവസമായിട്ട് മെമ്പർ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ഇന്നലെ രാത്രി 12 മണിക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഈ ആന ചാടുന്ന സമയത്ത്. അത് കഴിഞ്ഞ് 4 ദിവസം മുന്നും ഇവിടെ പൈനാപ്പിളും കാര്യങ്ങളും ഞങ്ങൾ നടത്തും. നമുക്ക് പ്രത്യേകിച്ച് പാരിതോഷികം ഒന്നും കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, അവിടെ നാടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നിലവിൽ ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. കാരണം അവർ ആവശ്യപ്പെടുന്നത് ശാശ്വതമായ പരിഹാരം, ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് എന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ JCB കൊണ്ടുവന്നിരുന്നു ഈ ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടി. പക്ഷേ നാട്ടുകാർ അതിനുവേണ്ടി സമ്മതിക്കുന്നില്ല. നാട്ടുകാർ ഇപ്പോൾ ഈ JCB തടഞ്ഞിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെ ഭീഷണി കാരണം താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്നാണ്. അതിനാൽ ഇതിനൊരു ശാശ്വത പരിഹാരം, അതിനൊരു ഉറപ്പ് കിട്ടാത്ത പക്ഷം ഒരു കാരണവശാലും ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ സമ്മതിക്കില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം, ഇതാണ് അവർ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. JCB ഇവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ JCB തടഞ്ഞിട്ടുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും പോലീസുമായും ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. താൽക്കാലിക പ്രശ്നപരിഹാരം നിലവിലിപ്പോൾ ഇവിടെ ഈ മുളങ്കുഴി മേഖല ഇവിടെ ഈ കൂട്ടുകൃഷി ഫാമിനായിട്ട് കൊടുത്ത സ്ഥലമാണ്. ഇവിടുത്തെ കൃഷി നശിപ്പിച്ചുകൊണ്ട് വളരെ കാലമായിട്ട് വൈൽഡ് ആനിമൽസ് ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് ശരിയാണ്. ഈ നാളിതുവരെ ഞങ്ങൾ ഇവിടെ ഒരു ജനത്തിന് ഒരാപത്ത് വരാതെ ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് കൃത്യസമയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആക്ട് ചെയ്ത് എത്തി. ഇവിടുത്തെ പ്രധാനമായും ഇവിടുത്തെ മെമ്പർമാരെ, ജനപ്രതിനിധികളും നാട്ടുകാരും VSS അംഗങ്ങളും വോളണ്ടറിയായി പ്രവർത്തിച്ച് ഈ നാട്ടിലിറങ്ങുന്ന ആനയെ കാട്ടിലേക്ക് കടത്തിവിടുന്നത് കൊണ്ടാണ് നാളിതുവരെ ഒരാപത്തും വരാതിരുന്നിട്ടുള്ളത്. ഇവിടെ കൃഷി നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന അപേക്ഷ കൃത്യമായി പരിശോധിച്ച് അത് പ്രോസസ്സ് ചെയ്ത് വിടുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് അവർക്ക് കോമ്പൻസേഷനും കൊടുക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റ് പറയട്ടെ ഗവൺമെന്റിന്റെ ഇല്ല ഗവൺമെന്റ് ഞങ്ങൾ അവിടെ കൃത്യമായും ഗവൺമെന്റിന്റെ ജിയോ പ്രകാരം എത്ര രൂപയാണോ പറഞ്ഞിട്ടുള്ളത് അതാണ്. നിലവിൽ ഗവൺമെന്റിന്റെ ജിയോയിലുള്ള തുക തുച്ഛമാണെന്നും അത് ഉയർത്തണമെന്നും ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നമ്മൾ ഗവൺമെന്റിലേക്ക് ശുപാർശ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൂടി വരുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. നിലവിൽ ഈ ആന ഇറങ്ങുന്ന വിഷയം വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ട് ഈ മേഖലയിൽ, അതായത് എവർഗ്രീൻ OP മുതൽ ഈ കനാൽ വരെ 3.5 കിലോമീറ്റർ ഫെൻസിംഗ് ഇടുന്നതിനായി 5 ലൈൻ ഫെൻസിംഗ് ഇടുന്നതിനായിട്ട് വർക്ക് സാങ്ഷനായി, വർക്ക് ഓർഡർ ആയതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഇവിടുത്തെ വാർഡ് മെമ്പർമാരും ജനപ്രതിനിധികളും MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരു 5 ലൈൻ ഫെൻസിങ്ങിനേക്കാൾ നല്ലത് ഹാങ്ങിങ് ഫെൻസിംഗ് ആണ്. അത് കൂടുതൽ ശക്തമാണ്. കാരണം അത്രയ്ക്ക് പ്രഷറാണ് ഇവിടെ ആനയ്ക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ. അതിന് തടയാൻ കുറച്ചുകൂടി ശക്തമായ ഹാങ്ങിങ് ഫെൻസിംഗ് വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3.5 കിലോമീറ്ററിന് ഹാങ്ങിങ് ഫെൻസിംഗ് കൊടുത്തിട്ടുണ്ട്. അത് അടിയന്തരമായി ഈ സംഭവത്തിന്റെയും കൂടെ വെളിച്ചത്തിൽ അടിയന്തരമായി പാസ്സാക്കി എത്രയും പെട്ടെന്ന് ഹാങ്ങിങ് ഫെൻസിംഗ് തന്നെ ഇടാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. തീർച്ചയായിട്ടും ഇവിടെ അങ്ങേയറ്റം നല്ല സപ്പോർട്ടാണ് നാട്ടുകാർ തന്നുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക്. തുടർന്ന് ഈ വൈൽഡ് ആനിമലിനെ റെസ്ക്യൂ ചെയ്യട്ടെ, നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. പൂർണ്ണമായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഹാങ്ങിങ് ഫെൻസിംഗ് ഇവിടെ ഇടുന്നതിന് എല്ലാ ശ്രമവും ഇന്ന് മുതൽ ഇതിനെ റെസ്ക്യൂ ചെയ്ത് വിട്ട ആദ്യം റിപ്പോർട്ട് അതായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായും സഹകരിക്കുക. നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. യാതൊരു മാറ്റവുമില്ല. ഏത് രാത്രി ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നെ വിളിച്ച് പാരാത്രികൾ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഉറക്കമില്ല 4-5 ദിവസമായിട്ട്.
ഞങ്ങളപ്പോൾ എത്തുന്നുണ്ട്. ഞങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ വലിയ സഹകരണവും സപ്പോർട്ടുമാണ് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് അങ്ങേയറ്റം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ പ്രതിഷേധവും കൂടെ കണക്കിലെടുത്ത് അങ്ങേയറ്റം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പൂർണ്ണമായും കൂടെ ഉണ്ടായി ധൈര്യമായിരിക്കുക. ഇത് വെറും വാക്കല്ല. ഒരു പരമാവധി വേഗതയിൽ ഈ ഹാങ്ങിങ് ഫെൻസിങ് തന്നെ ഇവിടെ പ്രാവർത്തികമാക്കാനുള്ള എല്ലാ നടപടിയും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതായിരിക്കും. ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. വയനാട്ടിൽ കുറുവ ദ്വീപ് ജീവനക്കാരനെ കാട്ടാൻ ആക്രമിച്ചു. പരിക്കേറ്റ പാക്കം സ്വദേശി പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:30 മണിക്ക് ചെറിയമല ജംഗ്ഷനിലാണ് ഈ സംഭവം നടന്നത്.